ലേവ്യർ 26-ാം അധ്യായം. നിങ്ങൾ നിങ്ങൾക്കായി വിഗ്രഹങ്ങളും കൊത്തുരൂപവും ഉണ്ടാക്കരുത്. നിങ്ങൾക്കായി സ്തംഭം നിങ്ങൾ നാട്ടരുത്. ശിലാപ്രതിമയെ ആരാധിക്കാനായി നിങ്ങളുടെ ദേശത്ത് അത് സ്ഥാപിക്കരുത്. എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. എൻ്റെ സാബത്തുകൾ നിങ്ങൾ പാലിക്കണം. എൻ്റെ വിശുദ്ധസ്ഥലത്തെ നിങ്ങൾ ഭയപ്പെടണം. ഞാനാണ് കർത്താവ്. നിങ്ങൾ എൻ്റെ ചട്ടങ്ങളിൽ ചരിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും അവ നിർവഹിക്കുകയും ചെയ്യുമെങ്കിൽ നിങ്ങൾക്കുള്ള വൃഷ്ടികൾ യഥാകാലം ഞാൻ തരും. ദേശം അതിൻ്റെ വിള നൽകും. തോട്ടത്തിലെ വൃക്ഷം അതിൻ്റെ ഫലം പ്രദാനം ചെയ്യും. നിങ്ങളുടെ മെതിക്കാലം മുന്തിരി വിളവെടുപ്പിനെ മറികടക്കും. മുന്തിരി വിളവെടുപ്പ് കാലം വിതയെ മറികടക്കും. തൃപ്തിയാവോളം നിങ്ങൾ അപ്പം ഭക്ഷിക്കും. ദേശത്ത് നിങ്ങൾ സുരക്ഷിതരായി വസിക്കും. ഞാൻ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും. ഭയപ്പെടുത്തുന്നവനില്ലാതെ നിങ്ങൾ ശയിക്കും. ഞാൻ ദേശത്തു നിന്ന് ഹിംസ്രമൃഗങ്ങളെ ഇല്ലാതാക്കും. നിങ്ങളുടെ ദേശത്തുകൂടെ വാൾ കടന്നു പോകുകയില്ല. ശത്രുക്കളെ നിങ്ങൾ അനുധാവനം ചെയ്യും. അവർ നിങ്ങളുടെ മുമ്പിൽ വാളിനിരയാകും. നിങ്ങളിൽ നിന്ന് 5 പേർ 100 പേരെ തുരത്തും. നിങ്ങളിൽ നിന്ന് 100 പേർ 10,000 പേരെ തുരത്തും. ശത്രുക്കൾ നിങ്ങളുടെ മുമ്പിൽ വാളിനിരയാകും. ഞാൻ നിങ്ങളുടെ നേർക്ക് തിരിഞ്ഞ് നിങ്ങൾ പെരുകാനും വർദ്ധിക്കാനും ഇടയാക്കും. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ പൂർവശേഖരം ഭക്ഷിക്കും. പുതിയതിനെ പ്രതി മുൻവർഷത്തേത് നിങ്ങൾക്ക് ബഹിഷ്കരിക്കേണ്ടി വരും. എൻ്റെ ആലയം നിങ്ങളുടെ മധ്യേ ഞാൻ സ്ഥാപിക്കും. എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ വ്യാപരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവമായി ഭവിക്കും. നിങ്ങൾ എനിക്ക് ജനമായി തീരും. നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളായി തുടരാതിരിക്കാൻ അവരുടെ ദേശത്തു നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ഞാൻ നിങ്ങളുടെ നുകത്തിൻ്റെ തണ്ടുകൾ തകർക്കുകയും നിങ്ങളെ നടുനിവർത്തി നടത്തുകയും ചെയ്തു. എന്നാൽ നിങ്ങൾ എന്നെ കേൾക്കാതെയും ഈ കൽപ്പനകളൊന്നും അനുവർത്തിക്കാതെയും ഇരുന്നാൽ എൻ്റെ ഉടമ്പടി നിഷ്ഫലമാക്കാനായി എൻ്റെ കൽപ്പനകളൊന്നും പ്രാവർത്തികമാക്കാതെ എൻ്റെ ചട്ടങ്ങൾ നിരസിക്കുകയും ന്യായപ്രമാണങ്ങൾ നിങ്ങളുടെ ഉള്ളം വെറുക്കുകയും ചെയ്താൽ ഞാനും ഇത് നിങ്ങളോട് ചെയ്യും. പരിഭ്രാന്തി, അതായത് ക്ഷയവും കണ്ണുകളെ ഇരുട്ടാക്കുന്നതും ജീവൻ ശോഷിപ്പിക്കുന്നതുമായ പനിയും നിങ്ങളുടെ മേൽ വരാൻ ഞാൻ ഇടയാക്കും. നിങ്ങൾ വൃഥാ നിങ്ങളുടെ വിത്ത് വിതയ്ക്കും. നിങ്ങളുടെ ശത്രുക്കളായിരിക്കും അത് ഭക്ഷിക്കുന്നത്. നിങ്ങൾക്കെതിരായി എൻ്റെ മുഖം ഞാൻ തിരിക്കും. നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ പ്രഹരിക്കപ്പെടും. നിങ്ങളെ വെറുക്കുന്നവരായിരിക്കും നിങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുന്നത്. ആരും പിന്തുടരുന്നില്ലെങ്കിലും നിങ്ങൾ പലായനം ചെയ്യും. ഇത്രയെല്ലാമായിട്ടും നിങ്ങൾ എന്നെ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ പ്രതി നിങ്ങളെ ശിക്ഷിക്കുന്നത് 7 ഇരട്ടിയായി ഞാൻ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ശക്തിയുടെ ഗർവ് ഞാൻ നശിപ്പിക്കും. നിങ്ങളുടെ ആകാശം ഇരുമ്പ് പോലെയും ദേശം പിത്തള പോലെയും ആക്കും. നിങ്ങളുടെ കരുത്ത് വൃഥ അവസാനിക്കും. നിങ്ങളുടെ ദേശം അതിൻ്റെ വിളവ് തരികയോ ദേശത്തെ വൃക്ഷം അതിൻ്റെ ഫലം തരികയോ ഇല്ല. നിങ്ങൾ എനിക്ക് വിരുദ്ധമായി വ്യാപരിക്കുകയും എന്നെ ശ്രവിക്കാൻ വിസമ്മതിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പാപങ്ങൾക്കനുസൃതം 7 ഇരട്ടി പ്രഹരം ഞാൻ നിങ്ങളുടെ മേൽ വർദ്ധിപ്പിക്കും. ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്യമൃഗങ്ങളെ ഇറക്കിവിടും. അത് നിങ്ങളെ സന്താനരഹിതരാക്കും. നിങ്ങളുടെ കാലികളെ നശിപ്പിക്കും. നിങ്ങളെ ന്യൂനരാക്കുകയും ചെയ്യും. നിങ്ങളുടെ വീഥികൾ വിജനമാകും. ഇവ കൊണ്ടൊന്നും നിങ്ങൾ എൻ്റെ ശിക്ഷണത്തിന് വിധേയരാകാതെ എനിക്കെതിരെ മത്സരിച്ച് നടന്നാൽ ഞാനും നിങ്ങൾക്ക് വിരുദ്ധമായി വ്യാപരിക്കും. നിങ്ങളുടെ പാപങ്ങളെ പ്രതി ഞാൻ തന്നെ നിങ്ങളെ 7 ഇരട്ടി പ്രഹരിക്കും. ഉടമ്പടിയുടെ പ്രതികാരമായ നശീകരണ ഖഡ്ഗം ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. നിങ്ങളുടെ പട്ടണത്തിലേക്ക് നിങ്ങൾ സ്വയം പിൻവലിയും. നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ വസന്തയയക്കും. ശത്രുകരത്തിൽ നിങ്ങൾ ഏൽപ്പിക്കപ്പെടും. ഞാൻ നിങ്ങളുടെ അപ്പത്തിൻ്റെ കോൽ ഒടിക്കുമ്പോൾ 10 സ്ത്രീകൾ ഒരടുപ്പിൽ നിങ്ങളുടെ അപ്പം ചുടുകയും അവർ നിങ്ങളുടെ അപ്പം അളന്നുതൂക്കി മടക്കിത്തരികയും ചെയ്യും. നിങ്ങൾ ഭക്ഷിക്കും, എന്നാൽ തൃപ്തരാവുകയില്ല. ഇതുകൊണ്ടും നിങ്ങൾ എന്നെ ശ്രവിക്കാതെ എനിക്ക് വിരുദ്ധമായി വ്യാപരിക്കുന്നെങ്കിൽ വിരുദ്ധതയുടെ കോപത്തോടെ ഞാനും നിങ്ങളോട് വ്യാപരിക്കും. നിങ്ങളുടെ പാപങ്ങളെ പ്രതി ഞാൻ നിങ്ങളെ 7 ഇരട്ടി ശിക്ഷണ വിധേയരാക്കും. നിങ്ങളുടെ പുത്രന്മാരുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കും. പുത്രിമാരുടെ മാംസവും നിങ്ങൾ ഭക്ഷിക്കും. ഞാൻ നിങ്ങളുടെ പൂജാഗിരികൾ നശിപ്പിക്കും. നിങ്ങളുടെ ദേവസ്തംഭങ്ങൾ വെട്ടിവീഴ്ത്തും. വിഗ്രഹപിണങ്ങൾക്കുമേൽ നിങ്ങളുടെ പിണങ്ങൾ ഞാൻ വലിച്ചെറിയും. എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കും. ഞാൻ നിങ്ങളുടെ പട്ടണങ്ങൾ നാശകൂമ്പാരമാക്കും. നിങ്ങളുടെ ശ്രീകോവിലുകൾ ഞാൻ നിലംപരിശാക്കും.
നിങ്ങളുടെ സുരഭില പരിമളം ഞാൻ ആസ്വദിക്കുകയില്ല. ഞാൻ ദേശം നിർജ്ജനമാക്കും. അതിൽ വസിക്കാൻ പോകുന്ന നിങ്ങളുടെ ശത്രുക്കൾ അതിനെപ്പറ്റി ആശ്ചര്യപരതന്ത്രരാകും. നിങ്ങളെയാകട്ടെ ജനതകളുടെ ഇടയിൽ ഞാൻ ചിതറിക്കും. നിങ്ങൾക്ക് പിന്നാലെ ഞാൻ വാളൂരും. നിങ്ങളുടെ ദേശം ശൂന്യമാകും. നിങ്ങളുടെ പട്ടണങ്ങൾ നാശകൂമ്പാരമാകും. ദേശം ശൂന്യമായി കിടക്കുന്ന കാലമെല്ലാം അത് അതിൻ്റെ സാപത്തുകൾ ആസ്വദിക്കും. നിങ്ങളാകട്ടെ നിങ്ങളുടെ ശത്രുക്കളുടെ നാട്ടിലായിരിക്കും. അക്കാലം ദേശം വിശ്രമിക്കുകയും അതിൻ്റെ സാപത്തുകളുടെ കടം വീട്ടുകയും ചെയ്യും. നിങ്ങൾ അവിടെ വസിച്ചിരുന്നപ്പോൾ നിങ്ങളുടെ സാപത്തുകളിൽ അത് വിശ്രമിച്ചിട്ടില്ലാതിരുന്നതിനാൽ ശൂന്യമായി കിടക്കുന്ന കാലമത്രയും അത് വിശ്രമിക്കുക തന്നെ ചെയ്യും. തങ്ങളുടെ ശത്രുക്കളുടെ ദേശങ്ങളിലായി നിങ്ങളിൽ അവശേഷിച്ചിരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ഞാൻ ഭീരുത്വമുളവാക്കും. വീഴുന്ന ഒരിലയുടെ ശബ്ദം അവരെ പിന്തുടർന്നാൽ മതി. വാളിൽ നിന്നെന്ന പോലെ അവർ ഓടും. ആരും പിന്തുടരുന്നില്ലെങ്കിലും അവർ നിലം പതിക്കും. പിന്തുടരുന്നവനില്ലെങ്കിലും വാളിൻ്റെ മുമ്പിൽ നിന്നെന്ന പോലെ അവർ പരസ്പരം തട്ടിത്തടഞ്ഞു വീഴും. നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാനാവുകയില്ല. ജനതകളുടെ ഇടയിൽ നിങ്ങൾ നാശമടയും. നിങ്ങളുടെ ശത്രുക്കളുടെ ദേശം നിങ്ങളെ തിന്നുകളയും. നിങ്ങളിൽ ശേഷിക്കുന്നവർ തങ്ങളുടെ അപരാധം നിമിത്തം ശത്രുരാജ്യത്ത് ജീർണിക്കും. അവരുടെ പിതാക്കന്മാരുടെ അപരാധങ്ങൾ നിമിത്തവും അവരോടൊപ്പം അവർ ജീർണിക്കും. എനിക്കെതിരെ അവിശ്വസ്തത കാണിച്ചും എന്നോട് തന്നെ വിരുദ്ധമായി പെരുമാറിയും അവിശ്വസ്തരായതുവഴിയുള്ള അവരുടെ അപരാധവും അവരുടെ പിതാക്കന്മാരുടെ അപരാധവും അവർ ഏറ്റുപറയണം. ഞാൻ തന്നെയും അവരോട് വിരുദ്ധമായി വ്യാപരിക്കുകയും അവരുടെ ശത്രുക്കളുടെ ദേശത്തേക്ക് അവരെ കൊണ്ടുചെല്ലുകയും ചെയ്യാതിരിക്കണമെങ്കിൽ അവരുടെ അപരിച്ഛേദിത ഹൃദയം വിനയപ്പെടുകയും അങ്ങനെ തങ്ങളുടെ അകൃത്യത്തിന് അവർ പ്രായശ്ചിത്തമനുഷ്ഠിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ഉടമ്പടിയായ യാക്കോബിനെ ഞാൻ ഓർക്കും. എൻ്റെ ഉടമ്പടിയായ ഇസഹാക്കിനെയും എൻ്റെ ഉടമ്പടിയായ അബ്രാഹത്തെ ഞാൻ ഓർക്കും. ദേശത്തെയും ഞാൻ ഓർക്കും. ദേശം അവരില്ലാതെ ഉപേക്ഷിക്കപ്പെടും. അവരില്ലാതെ നിർജ്ജനമാക്കപ്പെടുമ്പോൾ അത് തൻ്റെ സാപത്തുകൾ ആസ്വദിക്കും. അവർ എൻ്റെ ന്യായപ്രമാണങ്ങൾ നിരസിക്കുകയും അവരുടെ ഉള്ളം എൻ്റെ ചട്ടങ്ങൾ വെറുക്കുകയും ചെയ്താൽ, അതെ, അതിനാൽ തന്നെ അവർ തങ്ങളുടെ അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യണം. ഇങ്ങനെയാണെങ്കിലും അവർ തങ്ങളുടെ ശത്രുക്കളുടെ ദേശത്തായിരിക്കുമ്പോൾ ഞാൻ അവരെ ഇല്ലായ്മ ചെയ്ത് അവരോടുള്ള എൻ്റെ ഉടമ്പടി ലംഘിക്കുന്ന വിധത്തിൽ അവരെ തള്ളിക്കളയുകയോ വെറുക്കുകയോ ഇല്ല. എന്തെന്നാൽ ഞാനാണ് അവരുടെ ദൈവമായ കർത്താവ്. അവർക്ക് വേണ്ടി പൂർവികരോടുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. അവരുടെ ദൈവമായി തീരേണ്ടതിന് അവരെയാണല്ലോ ഈജിപ്ത് ദേശത്ത് നിന്ന് ജനതകൾ കാണെ ഞാൻ പുറത്തു കൊണ്ടുവന്നത്. ഞാനാണ് കർത്താവ്. കർത്താവ് സീനായ് മലയിൽ വെച്ച് തനിക്കും ഇസ്രായേല്യർക്കുമിടയിൽ മോശ വഴി നൽകിയ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും നിയമങ്ങളുമാണ് ഇവ.